ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കുറച്ച് കാർഡ് മാജിക്കുകൾ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, ആദ്യത്തെ മാജിക്ക് എന്ന് വെച്ചാൽ നച്ചുമോളെ, ആദ്യത്തെ മാജിക്കാണിത്. എങ്ങനെയാണെന്ന് പഠിച്ച് കാണിച്ചതിന് ശേഷം നമുക്ക് കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പം ഇതേ ഇത്രയും ചീട്ടുകളൊക്കെ അതൊന്ന് നച്ചു ഒരു ചീട്ട് സെലക്ട് ചെയ്യും, ഒരു കാർഡ് സെലക്ട് ചെയ്യും. ഓക്കെ, അത് അച്ഛൻ സിമ്പിളായിട്ട് പറഞ്ഞു തരും ഏതാ എടുത്തതെന്നുള്ളത്. ഓക്കെ, ഇഷ്ടമുള്ളൊരു ചീട്ടിനകത്തുനിന്ന് എടുത്ത്, അച്ഛൻ കാണരുതേ, എന്നെ കാണിക്കാണ്ടൊരു ചീട്ടെടുത്ത്, അതിന് മോള് നന്ദുവിനെ കാണിച്ച് രണ്ടെണ്ണം എടുത്തു. ഓക്കെ ഓക്കെ, ഒന്നും എടുത്തു ഞാൻ അല്ല, അത് വെച്ചു, കുഴപ്പമില്ല, പെട്ടെന്ന് സമയമില്ല. ഓക്കെ, മോളൊരു ചീട്ട് അതിനകത്തുനിന്ന് എടുത്ത് ഒരു ചീട്ട് ജസ്റ്റ് വൺ. ഓക്കെ, എടുത്ത് എന്നെ കാണിക്കല്ലേ, അത് പോയി നന്ദുവിനെ ഒന്ന് കാണിച്ചു. ഇതാണ് ചീട്ട്, ഇതാണ് നച്ചുവിൻ്റെ ചീട്ട്. ഓക്കെ, അപ്പോൾ കുട്ടികളെ, ഇപ്പം കൂട്ടുകാരെ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഈ ചീട്ട് ഏതാണെന്ന് നമ്മളിപ്പം നച്ചുമോൾക്ക് പറഞ്ഞു കൊടുക്കും. നച്ചുമോൾ എടുത്ത ചീട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അതെവിടാണ് ഏതാണെന്നൊക്കെ ഉള്ളത് ഞാനിപ്പം നച്ചുവിന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, കുറച്ച് എണ്ണണം. 1 2 3 ഓക്കെ 5 6 ഓക്കെ ഓക്കെ മോളെ. അപ്പം ഓക്കെ, ഇനി ഒരു കാര്യം ഇവിടെ വെക്കൂ, ഇവിടോട്ട് ഇഞ്ചി ചീട്ടുകളുടെ ഇടയിലോട്ട് വെക്കൂ. ഓക്കെ ഓക്കെ, വെച്ചേ. ഓക്കെ, ഞാൻ ഷഫിൾ ചെയ്തു. ഓക്കെ, ഞാനിപ്പോൾ ആ ചീട്ട് എടുത്ത് തരട്ടെ. ഓം ഷാം. ഓക്കെ, ഇപ്പോൾ എടുക്കുന്നതാണ്. ഓക്കെ, ഇതല്ലേ? ഇതാണ് മാജിക്. അപ്പോൾ ഈ മാജിക്ക് നമ്മൾ എങ്ങനെയാ ചെയ്തതെന്നാണ് നമ്മളത് അടുത്തതായി പറയാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മൾ ആ ചെയ്ത മാജിക്ക് എങ്ങനെയാണെന്നാണ് ഇനിയിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സിമ്പിൾ മാജിക്കാണ്, കുറേ പേർക്ക് അറിയാമായിരിക്കും, ഇത് അറിയാത്തവർക്ക് കാണാം. കുട്ടികൾക്കൊരു രസമാണ് ഏതാ ഈ കാർഡിൻ്റെ മാജിക്ക് എടുക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ എടുക്കാൻ ഞാൻ പറയുമ്പോൾ, ഇത്രയും ചീട്ടുകൾ എന്ന് പറഞ്ഞാൽ എടുക്കാൻ ഞാൻ പറയുമ്പോൾ ഏതെങ്കിലും കുട്ടികൾ എടുക്കുന്നു, ഒരാൾ എടുക്കുന്നു. ഓക്കെ, എടുത്തു കഴിയുമ്പോൾ ഇത് ഞാൻ കാണുന്നില്ലല്ലോ, എന്നെ കാണിച്ചില്ല, അവരുടെ കൂട്ടുകാരെയാണ് കാണിച്ചത്. ഇതാണ് സംഭവം എടുത്തത്. ഓക്കെ, ഈ എടുത്ത ചീട്ട് ഞാൻ സത്യത്തിൽ കാണുന്നേ ഇല്ല, എനിക്കറിയത്തുമില്ല ഏതാണെന്ന്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും പറയുന്നുണ്ട്, കുട്ടികളെ ഞാൻ ഈ ചീട്ടുകളുടെ ഇടയിലേക്ക് അത് വെക്കാൻ പറയും. അപ്പോൾ വെച്ച് കഴിഞ്ഞിട്ട് ഞാനത് കണ്ടുപിടിച്ച് തരും ഏതാണെന്ന്. അതുവരെ ഞാൻ കാണത്തില്ല ചീട്ട്. എന്നിട്ട് സ്വാഭാവികമായിട്ടും ഞാൻ സിമ്പിളായിട്ട് കാർഡ് കൈക്കുമൊക്കെ വേഗതയും ഒക്കെ വേണം ശകലം. നമ്മുടെ ചില ട്രിക്കും നോട്ടവും ഒക്കെ കറക്റ്റായിട്ട് ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നിട്ട് കുറച്ച് കൗണ്ടൊക്കെ ചെയ്ത് കാണിക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു കാർഡ് കുറച്ച് എടുത്തിട്ട് പറയുന്നു, ഇങ്ങോട്ട് വെക്കുമോളെന്ന് പറയുന്നു, ഇവിടെ വെക്കുമോളെന്ന് പറയുന്നു. അപ്പോൾ കുട്ടി ഇങ്ങോട്ട് പ്ലേസ് ചെയ്തു, ഞാൻ കാണാതെ. എന്നിട്ട് ഞാനിത് സ്വാഭാവികമായിട്ട് എടുത്ത് മേളി വെക്കുന്നതിന് ജസ്റ്റ് മുമ്പാണ് ഈ മാജിക്കിൻ്റെ മെയിൻ പോയിൻറ്റ്. ഈ വെക്കുന്ന സമയം തന്നെ നമ്മൾ നൈസായിട്ട് ഇങ്ങനെ ചരിച്ച് നോക്കും വെച്ചത്. നമ്മുടെ ഈ നോട്ടം ആരും ശ്രദ്ധിക്കരുത്. നമ്മുടെ ക്ലാവർ 5. ഓക്കെ, ഇതാണ് വെച്ചത്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഇത് വെച്ചേക്കുന്നത്, അറിയാമല്ലോ. എന്നിട്ട് ഞാൻ എന്തെടുക്കും, അതിന് സേഫ് ആകുന്ന രീതിയിൽ ഒരു 2 ഷഫിളൂടെ ചെയ്യും. ആ വെച്ച പോയിന്റിൽ ഇച്ചിരി ശ്രദ്ധിക്കണം. ഓക്കെ, എന്നിട്ട് കുട്ടികളോട് പറയും, ഇതാണ്ട് ഷഫിൾ ചെയ്തേ. അവർ ഷഫിൾ ചെയ്യാൻ വേണ്ടി ചോദിക്കും, വേണമെങ്കിൽ ഇച്ചിരി റിസ്ക്കിൽ ഒന്ന് ചെയ്യാൻ കൊടുക്കാം, പക്ഷേ അത് ഇച്ചിരി റിസ്ക്കാണ്. എന്നാലും വലിയ മാറ്റം വരത്തില്ല 95%. പക്ഷേ കൊടുക്കേണ്ട കാര്യമില്ല. ചോദിച്ചാൽ ഒരാൾക്കും അങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ ഒരു ഷഫിളിന് ചെയ്യാൻ കൊടുക്കാം. മാജിക്കാണല്ലോ, മാജിക്കിന് ഒത്തിരി സ്റ്റേൻ്റെ പുറകെ പോയി നിന്ന് മാജിക്ക് ചെയ്യാൻ ആരും പറയത്തില്ലല്ലോ എന്ന് പറയുന്ന മാതിരി നമ്മുടെ മാജിക്കിന് കുറച്ച് റൂൾസൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, നമ്മളത് എടുത്തു. ഇനിയിപ്പോൾ അറിയാമല്ലോ. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ചീട്ട് നമ്പർ ആയിരുന്നു ക്ലാവർ 5 ഓക്കെ, ഞാനിപ്പം മുമ്പേ നോക്കിയൊരു ചീട്ട് ഓർമ്മയുണ്ടല്ലോ, ആ ചീട്ട് ഓർമ്മ വേണം, മറന്നു പോകരുത് കാര്യം പറഞ്ഞതിനിടയ്ക്ക്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ ഇതെടുത്ത് തരാൻ പോവുകയാണ്. ഞാൻ നേരത്തെ നോട്ട് ചെയ്ത് വെച്ചൊരു ഓർമ്മയുണ്ടോ, ക്ലാവർ 5 ഞാൻ നോട്ട് ചെയ്ത് വെച്ചത്. അതിനടിയിലാണ് ആ കുട്ടികൾ ചീട്ട് വെച്ചത്. ഓക്കെ, എടുത്ത ചീട്ട് വെച്ചത്. അപ്പോൾ നോക്കിയേ, 3 4
ചുമ്മാ നമ്മളിങ്ങനെ കൗണ്ടൊക്കെ ചെയ്യും. അപ്പോൾ അവരുടെ ശ്രദ്ധ ഈ കൗണ്ടിങ്ങിലേക്ക് പോകും. അപ്പോൾ അവർ വിചാരിക്കും എന്തോ ട്രിക്ക് ഈ കൗണ്ടിങ്ങിലാണെന്ന് വിചാരിക്കും. ആദ്യമേ നമ്മൾ ചുമ്മാ അത് കൗണ്ടൊക്കെ ചെയ്ത് കാണിക്കും. നമ്മുടെ ചുമ്മാ ഒരു ഐഡിയയിൽ ഒരു 4 എണ്ണം കൗണ്ട് ചെയ്യുന്നതായിട്ടൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആൾക്കാരുടെ ശ്രദ്ധ ഈ കൗണ്ടിങ്ങിലേക്ക് പോകും. ഓക്കെ, കൗണ്ടിങ്ങിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ ചീട്ട് കഴിഞ്ഞ് പോയാലും നമ്മൾ കുറച്ചിടും. കണ്ടോ, ക്ലാവർ 5, ഈ ഡയമണ്ട് 4, ആടുതൽ 4 നമ്മൾ എടുത്തത് ആർട്സ്. ഓക്കെ, പക്ഷേ നമ്മൾ എന്നാലും പെട്ടെന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്യാതെ ചുമ്മാ അതിങ്ങനെ നൈസായിട്ടൊക്കെ ഇങ്ങനെ ഇടും. ഇട്ട് ചുമ്മാ അത് ഓവറായിട്ട് അപ്പുറം പോകുമ്പോഴും നമ്മൾ ഓർത്തോണം നമ്മൾ ഇട്ടത് ഏതാ, ഈ ക്ലാവർ 5 കഴിഞ്ഞതിന് ശേഷം ആട്. ഇതാണ് സാധനം. കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചുമ്മാ ഇട്ട് കാണിച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ ചുമ്മാ അതൊക്കെ കാണിച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് ഇതല്ലേ കുട്ടികളെ എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ ഇച്ചിരി ത്രില്ലാവും. ഇതാണ് മാജിക്. മനസ്സിലായല്ലോ? ഓക്കെ ഗൈസ്, അടുത്ത മാജിക്കായിട്ട് ഉടൻ വരുന്നതാണ്.